ക്ലയൻറ്റ് ശ്രീലക്ഷ്മി ഒരു വീടിനെ പറ്റി ആദ്യം സംസാരിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് തന്നെ അവരുടെ തറവാട് വീടിൻ്റെ ഓർമ്മകളെല്ലാം കിട്ടുന്ന ടൈപ്പ് ഒരു വീട് അവർക്ക് വേണമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു ട്രഡീഷണൽ മോഡേൺ ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി സ്റ്റൈലിലേക്ക് എത്താനുണ്ടായ സാഹചര്യം. ഒരു തറവാട് വീടായതുകൊണ്ട് തന്നെ എപ്പോഴും ഫങ്ഷനൊക്കെ വരുമ്പം കൂടുതലായിട്ട് ആളുകളും എല്ലാം ഉണ്ടാവും. അപ്പം മാക്സിമം ആൾക്കാരെ ഡൈനിങ് റൂമിൽ ഉൾക്കൊള്ളിക്കണം. ഈ ഒരു ചെറിയ വീട്ടിൽ കൂടുതൽ ഇട കിട്ടാൻ വേണ്ടി 2 കോർട്ട്യാർഡുകൾ, ഒരു 8 കെട്ട് മോഡൽ 2 കോർട്ട്യാർഡുകൾ ഞങ്ങൾ പ്ലേസ് ചെയ്തു. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ വിൻഡ് പാറ്റേൺ ഒരു കോർട്ട്യാർഡിൽ കൂടെ കയറി അടുത്ത കോർട്ട്യാർഡിലേക്ക് കാറ്റ് പോകുന്ന രീതിയിൽ കോർട്ട്യാർഡിൻ്റെ പ്ലേസ്മെൻറ്റുകൾ നടത്തി അതിന് ചുറ്റുമായിട്ടാണ് ഞങ്ങൾ സിമെട്രിക്കലായിട്ട് ബാക്കി ലേഔട്ടുകളെല്ലാം സെറ്റ് ചെയ്തത്. രണ്ട് കോർട്ട്യാർഡിൽ ഒരെണ്ണം മെയിൻ ഡോറിന് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചു. ഇപ്പം പെട്ടെന്ന് നമുക്ക് കണ്ണിൽ പെടുന്ന പോലെ എക്സ്പോസ് ബ്രിക്ക് ജാളിയും കുറച്ച് ഭാഗം ഗ്ലാസ് വിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് പെബിൾസും ചെടിയൊക്കെ വെച്ച് പിന്നെ അതിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തു. ഗസ്റ്റ് സീറ്റിങ്ങിൻ്റെ ഫേസിംഗ് ആയിട്ടാണ് രണ്ടാമത്തെ കോർട്ട്യാർഡ് വെച്ചേക്കുന്നത്. അവർക്ക് അതിലേക്കൊരു ചെറിയ കാഴ്ച കിട്ടുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വിൻഡോ, കിണറിൻ്റെ ഒരു റിങ്ങാണ് അവിടെ വെച്ചേക്കുന്നത്. അത് നമ്മുടെ ആ കോർട്ട്യാർഡിൻ്റെ ആ ഒരു റോ ഫീലിങ്ങിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ വേണമെന്നുണ്ടായിരുന്നു ക്ലയൻറ്റിന്. അപ്പോൾ അതിന് നമ്മൾ എടുത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു എൽ ഷേപ്പ് ലേഔട്ടാണ് കൊടുത്തേക്കുന്നത്. മെയിൻ ഡോറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ കാണാത്ത രീതിയിൽ ഇത് നമ്മൾ പ്ലേസ് ചെയ്തു. ഡൈനിങ് റൂമിൽ നിന്ന് അടുത്തത് പോകുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് ആണ്. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു വോള് ബ്രിക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീടിൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്ന രീതിയിൽ അതിൻ്റെ കല്ലൊക്കെ വെച്ച് തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഫാമിലി ലിവിങ്ങിന് 2 സൈഡിലായിട്ടാണ് 3 ബെഡ്റൂമുകളും അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിലൊന്ന് മാത്രമേ ഇപ്പം നമ്മൾ ഫേർണിഷ് ചെയ്തിട്ടുള്ളൂ. സാധാരണ വീടുകളിലും എയർ ഹോളിൻ്റെ അവിടെ കൂടുതലായിട്ട് ക്രാക്ക് കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്നാൽ എലിവേഷനിൽ ഒട്ടും ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിൽ ലൂവർ മോഡൽ വിൻഡോസ്, അതും ഫ്രണ്ട് എലിവേഷനിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാ റൂമുകളിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമിലും ചൂട് താരതമ്യേന കുറവാണ്. നമ്മുടെ കോസ്റ്റ് കട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കോൺട്രിബ്യൂട്ട് ചെയ്ത ജനലുകളായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റൽ ഫ്രെയിമിൽ നമ്മൾ GI പൈപ്പ് നാട്ടിലുള്ള ലോക്കൽ വെൽഡർമാരെ വെച്ച് വെൽഡ് ചെയ്തെടുപ്പിച്ചിട്ട് അതിന് വുഡൻ ഷട്ടറുകളാണ്, അത് തേക്കിൻ്റെ അടപ്പുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് കോസ്റ്റ് കട്ടിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു എലിവേഷനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ക്ലീൻ ലൈൻസും ഗ്രേ കളറും. ഫ്രണ്ടിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമിൻ്റെ പോർഷനിൽ സെൻറ്റർ ഭാഗം നാച്ചുറൽ ബ്രിക്ക് കളർ കൊടുത്തു. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി 2 ബോക്സുകൾ, ജോമെട്രിക് ബോക്സുകൾ 2 സൈഡിലും എലിവേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലീൻ ആയിട്ടൊരു ലൈൻ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ എത്തുന്ന രീതിയിൽ ഒരു ക്ലീൻ സ്ട്രെച്ച് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ വലിപ്പം കുറച്ചുകൂടെ കൂടുതലുള്ള ഒരു ഫീലിംഗ് കിട്ടും. 2 കളറുകളാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഷെയ്ഡുകൾക്ക് കുറച്ചുകൂടെ ഡാർക്കറായിട്ടുള്ളൊരു ഗ്രേയും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ബോക്സുകൾക്ക് അതിൻ്റെ ഒരു ലൈറ്റർ ടെക്സ്റ്റേർഡ് വേർഷനുമാണ് കൊടുത്തേക്കുന്നത്.